ഡൽഹി റാവൂസ് IAS അക്കാദമിക്ക് മുന്നിൽ വിദ്യാർത്ഥി പ്രതിഷേധം തുടരുന്നു. കനത്ത മഴയിൽ കെട്ടിടത്തിലെ ബേസ്മെന്റിൽ വെള്ളം നിറഞ്ഞ് 3 വിദ്യാർത്ഥികളാണ് മരിച്ചത്. ഇതിൽ ശക്തമായ നടപടി ആവശ്യപ്പെട്ടാണ് പ്രതിഷേധം. വിഷയം കോൺഗ്രസ് MP മാണിക്യം ടാഗോർ ലോക്സഭയിൽ ഉന്നയിക്കും. അതേസമയം സംഭവത്തിൽ 5 പേരെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു. വിവരങ്ങളുമായി ശരത് ലാൽ ആണ് ചേരുന്നത്. ശരത് ലാൽ, ഇപ്പോഴും അവിടെ പ്രതിഷേധം തുടരുകയാണ് എന്നറിയുന്നു. 5 പേരുടെ അറസ്റ്റും രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ ഏത് രീതിയിലാണ് വിദ്യാർത്ഥികൾ ഇതിൽ പ്രതിഷേധം തുടരുന്നത്? സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾ 2-3 ആവശ്യങ്ങളാണ് പ്രധാനമായും ഉന്നയിക്കുന്നത്. ഒന്ന്, ഇതൊരു കൊലപാതകം തന്നെയാണ്, അനാസ്ഥ കൊണ്ടുണ്ടായ കൊലപാതകമാണ്. അതുകൊണ്ട് തന്നെ MCD, അതേപോലെ ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷനും അതേപോലെ ഉത്തരവാദപ്പെട്ട ആൾക്കാർക്കെതിരെ കേസെടുക്കുക. പിന്നെ രണ്ടാമത്തെ, മരണമടഞ്ഞ വിദ്യാർത്ഥികൾക്ക് ഉള്ള കുടുംബങ്ങൾക്ക് 2 കോടി രൂപ നഷ്ടപരിഹാരം നൽകുക. 3, ദുരന്തം ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ എത്രയും പെട്ടെന്ന് പൊതുജന സമക്ഷം പ്രഖ്യാപിക്കുക. ഇത്രയും ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് വിദ്യാർത്ഥികൾ ഇന്നും പ്രക്ഷോഭത്തിലുള്ളത്. ഏതായാലും നമുക്കറിയാൻ കഴിയുന്നത്, ഒരു ദുരന്തത്തിന് ശേഷമാണ് ഇപ്പോൾ ഡൽഹി സർക്കാരും അതേപോലെ ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷനും തിരുത്തൽ നടപടികളായി മുന്നോട്ട് വന്നിരിക്കുന്നത്. 5 മുനിസിപ്പാലിറ്റി കോർപ്പറേഷന്റെ ചുമതലയുള്ള 5 ഉദ്യോഗസ്ഥന്മാരെ ചോദ്യം ചെയ്യാൻ വേണ്ടി ഡൽഹി പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ലൈസൻസ് നൽകിയ ഫയർ ആൻഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥനെയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. എന്തൊക്കെ പറഞ്ഞാൽ പോലും ദാരുണമായ സംഭവം ഇന്ന് ലോക്സഭയിൽ ഉന്നയിക്കപ്പെടുമെന്ന് ഉറപ്പാണ്. ഇപ്പോൾ ലോക്സഭയിൽ ചോദ്യോത്തരവേള നടക്കുകയാണ്. ചോദ്യോത്തരവേളയ്ക്ക് ശേഷം 12 മണിക്ക് ശേഷം പ്രശ്നം അവതരിപ്പിക്കുമെന്നാണ് കോൺഗ്രസ് MP വാർത്താ മാധ്യമങ്ങളോട് പറഞ്ഞത്. ബിജെപിയുടെ ഡൽഹി ആസ്ഥാനത്തേക്കുള്ള മാർച്ച് അല്പസമയം കൊണ്ട് ഡൽഹി ഓൾഡ് ഡൽഹി ITOയിൽ വെച്ച് തുടങ്ങും. ഏതായാലും രാഷ്ട്രീയപരമായി ആപ്പും കോൺഗ്രസും BJPയും ഇതൊരു വലിയ പ്രശ്നമായി ഉയർത്തിയിരിക്കുകയാണ്. ശരി ശരത് ലാൽ, ഡൽഹി റാവൂസ് IAS അക്കാദമിക്ക് മുന്നിൽ വിദ്യാർത്ഥികൾ പ്രതിഷേധം തുടരുകയാണ്. കനത്ത മഴയിൽ കെട്ടിടത്തിലെ ബേസ്മെന്റിൽ വെള്ളം നിറഞ്ഞ് 3 വിദ്യാർത്ഥികളാണ് മരിച്ചത്. വിഷയം കോൺഗ്രസ് MP മാണിക്യം ടാഗോർ ലോക്സഭയിലും ഉന്നയിക്കും. സംഭവത്തിൽ 5 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്.